ദൈവത്തിന് സ്തോത്രം. നമുക്ക് 139 സങ്കീർത്തനം 1 വാക്യം വായിക്കാം. എബ്രായ ലേഖനം 12 അധ്യായം 14 വാക്യവും വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വീണ്ടും നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 12:14 വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണുക എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ ദൈവരാജ്യത്തിൽ കാണുന്ന അവസ്ഥ മാത്രമല്ല, ശുദ്ധീകരണത്തിൻ്റെ ആ അനുഭവത്തിലൂടെ, ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ആ അനുഭവത്തിലൂടെ നാം ദിനംതോറും പോകുന്നില്ല എങ്കിൽ നാം കർത്താവിനോട് കൂടെയാണെന്നോ കർത്താവ് നമ്മുടെ കൂടെയാണെന്നോ ഉള്ളതായ യാതൊരു സുബോധവും നമുക്കുണ്ടായിരിക്കില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്നത് അവസാന നാളിൽ കാണുകയില്ല എന്ന് മാത്രമല്ല, ഈ തലമുറയിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴും നമുക്ക് ക്രിസ്തു ഒരു വിഷയമായിരിക്കില്ല. യേശു ക്രിസ്തു നമുക്കൊരു വിഷയമായിരിക്കില്ല. ക്രിസ്തുവിനെ കാണൂല, ബാക്കിയെല്ലാം കാണും. ബാക്കി കൂട്ടായ്മ കാണും, സഭ കാണും, പെരുന്നാൾ കാണും, കൺവെൻഷൻ കാണും, ബാക്കി എല്ലാം കാണും. ക്രിസ്തുവിനെ മാത്രം കാണൂല. പ്രിയപ്പെട്ടവരെ, അതാണ് ആ ശുദ്ധീകരണത്തിൻ്റെ ആ അനുഭവം അവിടെ പറയും. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്ന കാലത്ത് എപ്പോൾ സാധാരണക്കാരായ പ്രായമായ മനുഷ്യർ പോലും, അവർ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ല, വലിയ പഠിപ്പും പാണ്ഡിത്യമൊന്നും ഉള്ളവരൊന്നുമല്ല, പക്ഷേ അവരുടെ വായിലും എപ്പോഴും ഉണ്ടായിരുന്നതായ വാക്യം ശുദ്ധീകരണത്തിൻ്റെ കാലം, ശുദ്ധീകരണത്തിൻ്റെ കാലം. എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കാലത്ത് അപ്പോഴാണ് ഞാൻ പുറകോട്ട് പോയത്. ശുദ്ധീകരണത്തിൻ്റെ കാലത്താണ് എനിക്ക് പാളിച്ചകൾ മനസ്സിലായത്. അവരെപ്പോഴും പറയാറുള്ളത്, വേറെ വലിയ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ആ കാലത്ത് അധികമാരും പറയാറില്ല. എല്ലാവരും സാധാരണക്കാരുൾപ്പെടെ പറയാറുള്ളത് ഈ ഒരു കാര്യമാണ്, ശുദ്ധീകരണം, ശുദ്ധീകരണം. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ സത്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞത്, വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മരിച്ചു കഴിഞ്ഞ് കർത്താവിനെ കാണുകയില്ല എന്ന് മാത്രമല്ല, കർത്താവാണ് നിങ്ങളെ നടത്തുന്നതെന്നോ കർത്താവാണ് നയിക്കുന്നതെന്നോ കർത്താവിനെ നിങ്ങൾ കാണുകയില്ല. ബാക്കി എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ബാക്കി എല്ലാ ആത്മീയ കാര്യങ്ങളും തന്നെ കാണും. ബാക്കി എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. കർത്താവിനെ മാത്രം കാണൂല. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കും, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ കർത്താവിനെ കാണൂല. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ കാണണമെങ്കിൽ എന്ത് നടക്കണം? നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണം. ഒരു വളർച്ചയുടെ ആ ഒരു ആഗ്രഹം അടിസ്ഥാനപരമായി, എന്നുവെച്ചാൽ റൂട്ട് കോസാണ്. അടിസ്ഥാനമായി എനിക്ക് ആത്മീയത്തിൽ വളരണമെന്നുള്ളതായ ഒരു ദാഹമില്ലാത്ത ധാരാളം ആത്മീയ രംഗത്തുണ്ട്. എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യം ഇതാണ്: ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണോ? ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ഒരു സുവിശേഷകനാണോ? ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഇതാണ് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുള്ളതായ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ആ ശുദ്ധീകരണം, ദൈവത്തിന് സ്തോത്രം, അതുകൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവമക്കളെ, ശുദ്ധീകരണം എന്താണ് അതിൻ്റെ അർത്ഥം? മരണം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മരണശേഷമോ മനുഷ്യൻ ശുദ്ധീകരണത്തിൻ്റെ വില അറിയുള്ളൂ. പലപ്പോഴും ശുദ്ധീകരണത്തിൻ്റെ വില എന്താണെന്ന് അറിയുന്നത് മരണം എടുക്കുമ്പോഴേ അറിയുള്ളൂ, അല്ലെങ്കിൽ മരണശേഷമേ അറിയുള്ളൂ. ദാവീദ് ശുദ്ധീകരണം ഇഷ്ടപ്പെട്ട മനുഷ്യൻ. നിങ്ങൾക്കറിയാം, 139 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 101 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നാം ഇവിടെയെല്ലാം നോക്കിയാൽ 139 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു ധ്യാനമാണ്. അവിടെ ദാവീദിൻ്റെ പ്രാർത്ഥനാ വിഷയം അതിൻ്റെ അവസാനത്തെ വരിയിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് ദാവീദിൻ്റെ ധ്യാനം? എന്താണ് ദാവീദിൻ്റെ പ്രാർത്ഥന
എന്തുകൊണ്ടാണ് ദാവീദ് ഇത് പ്രാർത്ഥിച്ചത്? നമുക്ക് കേൾക്കാം. എന്താണ് ദാവീദിന്റെ പ്രാർത്ഥനാ വിഷയം? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് 51-ാം സങ്കീർത്തനം. ദാവീദ് പാപമോചനം പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദാവീദിന് ഒരു കാര്യത്തിൽ തെറ്റുപറ്റി. ആ തെറ്റ് മാറിക്കിട്ടണം, അത് ക്ഷമിച്ചു കിട്ടണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തർഭാഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണം. എൻ്റെ അന്തർഭാഗം, എൻ്റെ അകത്തെ മനുഷ്യൻ വഷളായി. അകത്തെ മനുഷ്യൻ്റെ വഷളത്വം പുറത്തേക്ക് വന്നു. നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു. ദാവീദിനറിയാം എന്താണ് നഷ്ടപ്പെട്ടത്. ദാവീദിനറിയാം. ദാവീദിന് കൊട്ടാരവും നഷ്ടപ്പെട്ടില്ല, രാജപദവി നഷ്ടപ്പെട്ടില്ല, പണം നഷ്ടപ്പെട്ടില്ല, 10 പൈസ പോയില്ല. ദാവീദ് പാപം ചെയ്തിട്ട് 10 പൈസയുടെ നഷ്ടം വന്നില്ല. ആരും കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടില്ല. പദവി പോയില്ല, പണം പോയില്ല, സ്ഥാനം പോയില്ല, മാനം പോയില്ല, ഒന്നും പോയില്ല. ആകെ ദാവീദിനറിയാം നഷ്ടം എന്തായിരുന്നു എന്ന്. ഹൃദയം നഷ്ടപ്പെട്ടു. നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടായിരുന്നു, അത് പോയി. നിർമ്മലമായ ഒരു ഹൃദയമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി ദാവീദിന്. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനം പാടിയത്. ദൈവമേ, എന്നോട് കൃപ ചെയ്ത് എൻ്റെ പാപത്തിന് പാപക്ഷമ ചോദിക്കുന്നു. എന്നാൽ 139-ാം സങ്കീർത്തനം അതേ ദാവീദ് തന്നെ പാടുന്നത് എന്തായിരുന്നു വിഷയം? ഒരു പ്രത്യേക പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയിട്ടല്ല. ദൈവം എന്നെ ശോധന ചെയ്യണം, ദൈവം എന്നെ ശോധന ചെയ്യണം. എൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് ദൈവം അറിയണം. കാരണം ദാവീദ് ശുദ്ധീകരണം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ, ശുദ്ധീകരണം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ വാക്ക് തന്നെ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് 101-ാം സങ്കീർത്തനം ദാവീദ്, ശുദ്ധീകരണം ആഗ്രഹിച്ച ദാവീദ് എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിനകത്തെല്ലാം ഉള്ളത്. 101-ാം സങ്കീർത്തനം അതിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 17 സമർപ്പണങ്ങൾ ദാവീദ് എടുക്കുന്നുണ്ട്. ആ 8 വാക്യങ്ങളുള്ളൂ. ആ 8 വാക്യങ്ങളിൽ ദാവീദ് ഏതാണ്ട് 17 സമർപ്പണങ്ങൾ എടുക്കുന്നുണ്ട്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തിപരമായ സമർപ്പണം, 6-7 വാക്യത്തിൽ വീട്ടിലുള്ളതായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സമർപ്പണം. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ കാരണം? ഹൃദയമാണ്. നമ്മുടെ സ്വഭാവം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലെ നന്മയെല്ലാം നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലെ തിന്മയും നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, ഈ ഹൃദയം അതിൻ്റെ ആ ശുദ്ധീകരണം അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയം കാപട്യമായി പോവും, പ്രയോജനമില്ലാതായി പോവും. പുറമേയുള്ളതായ മനുഷ്യരുടെ മുമ്പിലോ പുറമേയുള്ളതായ കാഴ്ചപ്പാടിലോ എല്ലാം ശരിയാക്കി കൊണ്ടുനടക്കുന്നതായ നമ്മുടെ ഈ ബാഹ്യമായ ആത്മീയം അതിനൊരു വിലയില്ലാതെ പോവും എപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നൈർമല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ. ദാവീദ് അതിൻ്റെ 101-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, എങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ദാവീദ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ദാവീദ് സമർപ്പിച്ചിരിക്കുന്നതാണ്. ദാവീദിന് അതെല്ലാം ബാല്യം മുതലേ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ല. കർത്താവിനെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ച് വന്നപ്പോൾ ദാവീദിന് ഉണ്ടായ സമർപ്പണത്തിൻ്റെ അനുഭവങ്ങളാണ് അതൊക്കെ. എന്താണത്? വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. വക്രഹൃദയം എന്ന് വെച്ചാൽ എന്നോട് അകന്നിരിക്കും. ഏഷണി പറയുന്ന മനുഷ്യരുമായി എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല. വ്യക്തമാണ് ദാവീദിന് ആ കാര്യമൊക്കെ. കാരണം ദാവീദ് ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, വക്രതയുള്ള ഹൃദയം, ഏഷണി പറയുന്ന ഹൃദയം, അങ്ങനെയുള്ള ഹൃദയമുള്ളവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്, അവരുമായിട്ട് എനിക്ക് യാതൊരു ചർച്ചയുമില്ല, എനിക്ക് അവരുമായിട്ടൊരു കുശലം പറയൽ പോലും ഇല്ല. അടുത്ത വാക്യം, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവൻ, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന ആളുകളുണ്ട്. മറ്റുള്ളവൻ്റെ സ്വഭാവത്തെ കൊന്നുകളയുന്ന ആളുകളെ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് വെച്ചാൽ മനുഷ്യനെ കൊന്നുകളയുക. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിരൂപിച്ച് സംസാരിച്ച്, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ദൂഷണം പറഞ്ഞ്, അവൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞ് മറ്റൊരുത്തനെ കൊന്നുകളയുന്ന അനുഭവമുണ്ട്. ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഞാൻ നശിപ്പിക്കും. ഞാൻ നശിപ്പിക്കും എൻ്റെ രാജ്യത്ത്. ഒരു സ്ഥലത്ത് പറയും അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുക പോലും ഇല്ല എന്ന് ഇംഗ്ലീഷിൽ പറയും.
ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ നടത്തുന്ന ആളുകളുമായി എനിക്കൊരു ചങ്ങാത്തവുമില്ല. അവരോട് കൂടെ ഇരുന്ന് ഞാൻ സാധുഭോജനം കഴിക്കുകയില്ല, അവരെ ഞാൻ വെച്ചേക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന അതാണ് നിർമ്മലത, ഹൃദയത്തിൻ്റെ നൈർമല്യത സൂക്ഷിക്കണം ദാവീദിന്. അതുകൊണ്ടാണ് ദാവീദ് ഹൃദയത്തെക്കുറിച്ചുള്ളതായ സമർപ്പണങ്ങൾ എടുത്തു. ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ സമർപ്പണങ്ങളുണ്ടോ ഹൃദയത്തെക്കുറിച്ച്? ഞാനും വേറെ ആരെയും വ്യക്തിഗതം നടത്തൂല, ഞാൻ ക്യാരക്ടർ അസാസിനേഷൻ നടത്തില്ല, ആരുടെയെങ്കിലും സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ഊഹിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കേട്ടത് പറഞ്ഞ് ഞാൻ ആരെയും കൊന്നുകളയില്ല. സമർപ്പണമുണ്ടോ? അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതെടുക്കൂല എന്നുള്ള തീരുമാനമാണ് ശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത്. ദൈവമക്കളെ, അങ്ങനെ വ്യക്തമായ നിലപാട് ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന് അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ദാവീദിൻ്റെ മകനെ പഠിപ്പിച്ചു. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പഠിപ്പിച്ചു. 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? മകനെ മകനെ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത്. 6:18 എന്ത് പഠിപ്പിച്ചു? ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ബോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ദൈവമക്കളെ, അങ്ങനെ ഹൃദയമുള്ളവരുണ്ട്. ദുരുപായങ്ങൾ ആ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാം ഒന്ന് കൂട്ടായ്മയ്ക്ക് വന്നു, മാനസാന്തരപ്പെട്ടു എന്ന് കരുതിയോടൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഈ മാറ്റമൊന്നും വരില്ല. അത് വ്യക്തിപരമായി നമുക്ക് ആ താല്പര്യം ഉണ്ടാകണം. എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. പ്രിയപ്പെട്ടവരെ, സദൃശവാക്യം 7:10 ദാവീദ് മകനെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ചും ഉപായരൂപേണ യൗവനകാലത്തും അല്ലാതെയും ഉപായരൂപേണ, പ്രിയപ്പെട്ടവരെ, ലൈംഗികമായി പോലും പാപം ചെയ്യിക്കുന്ന മനുഷ്യരുണ്ട്. ഹൃദയത്തെക്കുറിച്ചുള്ളതായ നല്ല ബോധം, ഹൃദയത്തെക്കുറിച്ചുള്ളതായ നല്ല നിർണയം. ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ നടത്തൂല, ഞാൻ ദോഷം പറയില്ല, ഞാൻ വേറെ ആരെയും ഞാൻ വക്രത ഏഷണി പറയില്ല, ഞാൻ വഷളത്വത്തിലേക്ക് പോകില്ല. ഇതെല്ലാം നമ്മുടെ ഹൃദയമത. ഇവിടെയാണ് ശുദ്ധീകരണം നടക്കുന്നത്. ശുദ്ധീകരണം നടക്കുന്നത് ഹൃദയത്തിലാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ദൈവമക്കളെ കർത്താവിനോടുകൂടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചാൽ തീരുന്ന ഒരു വിഷയമല്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പത്രോസ് അപ്പോസ്തലൻ പറയും, ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി വ്രതസ്ഥന്മാർക്ക് എഴുതുന്നുവെന്ന്. വ്രതസ്ഥന്മാരായവർക്ക് ശുദ്ധീകരണം ആവശ്യമാണെന്ന് പറയും 1 പത്രോസിൻ്റെ ലേഖനത്തിൽ. എന്നുവെച്ചാൽ അത്ര സമർപ്പണം എടുത്താലും ശരി, പിന്നെയും ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ കാതലായൊരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, ശുദ്ധീകരണം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദാവീദ് അതൊക്കെ പറയുന്നത്. എന്താ പറയുന്നത്? 63-ാം സങ്കീർത്തനം 5-6 വാക്യം വായിക്കാം. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ പ്രാണൻ, എൻ്റെ അകത്തെ ആത്മാവിന് സന്തോഷം വരുന്നു. ഇല്ല, IC യൂണിറ്റിലൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ രാത്രി പ്രാർത്ഥിക്കുമായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വലിയ രോഗമൊക്കെ ബാധിച്ച് കിടക്കുമ്പോൾ അതുപോലെ രാത്രി പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല, ഒരു സാമ്പത്തിക പ്രശ്നവും ഇല്ല. നല്ല അഴിച്ചുവിട്ട കയറൂരിയ കാളയെ പോലെ നടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ആരാ ഇതുപോലെ രാത്രികാലത്ത് എൻ്റെ അന്തരംഗം നിന്നെ ധ്യാനിക്കുന്നു? ചക്രവർത്തി ആയിരിക്കുമ്പോൾ പറയാ, രാത്രി കിടക്കുമ്പോഴും എൻ്റെ ഹൃദയം എന്താണ് ധ്യാനിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക രാത്രി കിടക്കുമ്പോൾ. ഈ മക്കളെ, ശുദ്ധീകരണത്തിന് വിഷയമാണ്. ഹൃദയം എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ, ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഹൃദയത്തിൽ തിന്മയെ അകറ്റിക്കൊണ്ടേയിരിക്കുക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ ഫെലോഷിപ്പ് പഠിപ്പിച്ചത്. മാനസാന്തരമല്ല പഠിപ്പിച്ചത്. പിന്നെയോ നിങ്ങൾക്കറിയാം എന്താണ്? മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരമാണ് പഠിപ്പിച്ചത്. വെറും മാനസാന്തരപ്പെടണമെന്നല്ല പഠിപ്പിച്ചത്. മാനസാന്തരപ്പെട്ടവർ ഇനിയും മാനസാന്തരപ്പെടണം എന്ന് പഠിപ്പിച്ചു. അതാണ് ഈ കൂട്ടായ്മയുടെ ആദ്യകാല പിതാക്കന്മാർ, നമ്മുടെ യോനാസാർ ഉൾപ്പെടെ
നമ്മളെ പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, വെറും ഒരു മാനസാന്തരത്തിൻ്റെ വചനവുമല്ല. മാനസാന്തരപ്പെട്ടവൻ ഇനിയും മാനസാന്തരപ്പെടണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും കർത്താവിനെ കാണില്ല. പ്രിയപ്പെട്ടവരെ, എത്രമാത്രമുണ്ട്. ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. എന്നാൽ ദൈവം എന്നെ ശോധന ചെയ്തു എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ദൈവം എന്നെ സഹായിച്ചു ഒരുപാട് പേരെ കാണാൻ പറയുന്നത്, പക്ഷേ ദൈവം എന്നെ ശോധന ചെയ്തു അത് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 4000 പേരെ കാണാം. എന്നാൽ എന്നെ ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അധികം പേരെ കാണില്ല. ഇന്ന് തുടങ്ങാം. നമുക്കിത് തുടങ്ങാം. എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല പ്രാർത്ഥന, എന്നെ ശോധന ചെയ്യണം. എനിക്ക് ശോധന ചെയ്യണം. ദൈവം എന്നെ സഹായിച്ചു എന്നല്ല, ദൈവം എന്നെ പരിശോധിച്ചു. നിങ്ങൾക്കറിയാം, ഒരു ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയെ പരിചയമുള്ള ഡോക്ടറാണെങ്കിൽ പരിശോധന കഴിയുമ്പോൾ ഡോക്ടർക്കൊരു വിമിഷ്ടം വരും, ആകെ ഒരു മനപ്രയാസം വരും. എന്താ പറയുക? തുറന്നു പറയണ്ടേ? രോഗം ഗൗരവമുള്ളതാണെങ്കിൽ പറയാൻ ഡോക്ടർക്കൊരു ബുദ്ധിമുട്ട് വരും, ഒരു പ്രയാസം വരും. അത് ഡോക്ടർമാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവർ നെടുവേർപ്പെടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, എന്നെ പരിശോധിക്കുന്ന ദൈവം എന്നെ പരിശോധിച്ച് ഒരിക്കലും നെടുവേർപ്പെടില്ല. അവൻ പരിശോധിച്ച് എൻ്റെ അകത്ത് കോപമുണ്ടെന്നോ, വാശിയുണ്ടെന്നോ, വൈരാഗ്യമുണ്ടെന്നോ, ശാഠ്യമുണ്ടെന്നോ, അഹങ്കാരമുണ്ടെന്നോ, അവൻ എന്നെ പരിശോധിച്ച് എല്ലാം ഉണ്ടെന്ന് കണ്ടാലും അവൻ നെടുവീർപ്പിടില്ല. കാരണം അവനറിയാം എന്നെ മാറ്റാം. അവനറിയാം എന്നെ മാറ്റിയെടുക്കാം. അവനറിയാം എന്നെ ശുദ്ധീകരിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, അതാണ് നിർണയം. അതാണ് എൻ്റെ വിശ്വാസം. എന്നെ പരിശോധിച്ചൊരിക്കലും ദൈവം നെടുവേർപ്പെടില്ല. അവൻ പരിശോധിച്ച് മനസ്സിലാക്കും. എൻ്റെ അകത്തുള്ള വളവും പുളവും കുശുമ്പും കുന്നായ്മയും നീരസവും പകയും അഹങ്കാരവും ഉള്ളത് എല്ലാം അവൻ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് അവൻ എന്നോട് പറയും, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ. സുരൂപാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ. പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ മഹാപർവ്വതം? നാം കാണുന്ന പർവ്വതങ്ങളല്ല. ആ മഹാപർവ്വതം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ചിന്താഗതിയായിരിക്കും, നമ്മുടെ മനോഭാവമായിരിക്കും, നമ്മുടെ വില കുറഞ്ഞ ചിന്തകളായിരിക്കും, നമ്മളെ കുറ്റം പറയുന്നവരായിരിക്കും, 1 ഇഞ്ച് മുന്നോട്ട് പോകാതെ നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നവരായിരിക്കും. സുരൂപാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതം, പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും ഒരു കല്ലും മരമല്ല, പർവ്വതമല്ല. വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന അവൻ്റെ തന്നെ പാപങ്ങൾ, അല്ലെങ്കിൽ ചില മനുഷ്യർ, ചില അവസ്ഥകൾ, ഇതെല്ലാം കൃപ 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 എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കൽ കയറ്റും. പ്രിയപ്പെട്ടവരെ, എനിക്ക് പാപമുണ്ടെന്നറിഞ്ഞാൽ കർത്താവ് എനിക്ക് എന്താ തരുന്നത്? കൃപ തരും. മോനെ, നീ ജയിക്കണം, നീ സമർപ്പണം എടുക്കണം, നീ ഹൃദയശുദ്ധി പ്രാപിക്കണം, നീ ഇങ്ങനെ മുന്നോട്ട് പോകരുത്. സഹോദര, നീ ഇങ്ങനെ മുന്നോട്ട് പോകരുത്. നിന്റെ പോക്ക് ആപത്തിലേക്കാണ്, നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. നീ ശരിയായിട്ടല്ല പോണത്. നീ ഓടേണ്ടത് പോലെയല്ല ഓടേണ്ടത്. നീ ജീവിക്കേണ്ടത് പോലെയല്ല ജീവിക്കുന്നത്. നിന്റെ ഹൃദയം വഷളാണ്, നിന്റെ ഹൃദയം ചീത്തയാണ്, നിന്റെ ഹൃദയത്തിൽ തിരുത്തേണ്ടതുണ്ട്. അത് ദൈവം കണ്ടിട്ട് ദൈവം നെടുവീർപ്പെടുകയല്ല, ദൈവം സ്നേഹത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അരുമനാഥൻ പാളയമടിച്ചിരിക്കുകയാണ്, കാൽവരി കുരിശ് ഇവിടെ നാട്ടിയിരിക്കുകയാണ്. അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അവൻ നിങ്ങളെ നോക്കി നെടുവീർപ്പെടാൻ വന്നവനല്ല, നിന്നെ സ്നേഹിക്കാമെന്നവനാണ്. സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ്, സ്നേഹത്തോടെ കഴുകുകയാണ്. അവൻ്റെ വചനം നിന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ചേർന്ന് പാടാൻ ആഗ്രഹമുണ്ട്? നോക്കണമെൻ്റൊരിതം പലതര ദോഷം ഞാൻ ചെയ്തു, കോപിപ്പി
എൻ വ്രണമോ കഠിനം നൽവൈദ്യാവില്ലേ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വ്രണം കഠിനമാണ് കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ വ്രണം കഠിനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കെല്ലാം ആഗ്രഹമുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി പ്രാപിക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്, ആർക്കെല്ലാം കൊതിയുണ്ട്. ഞാനും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ആവശ്യക്കാരനാണ്, നിങ്ങൾ ആവശ്യക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വ്രണമുണ്ട്. അതാണ് പാട്ടുകാരൻ പാടി, എൻ വ്രണമോ കഠിനം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ വ്രണം കഠിനമാണ്, എൻ്റെ ഹൃദയത്തിലെ പാപം കഠിനമാണ്, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ കഠിനമാണ്, എൻ്റെ ഉള്ളിലെ വൈരാഗ്യങ്ങൾ കഠിനമാണ്, എൻ്റെ നിരൂപണങ്ങൾ ദൈവമേ കഠിനമാണ്. അത് മാറിക്കിട്ടുന്നില്ല. അല്പം പോലും സ്നേഹം വരുന്നില്ല, അല്പം പോലും അനുതാപം വരുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ഹൃദയത്തിലെക്കുറിച്ച് കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ വ്രണം വലുതാണെന്ന് ബോധ്യമുള്ളവർ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ആഗ്രഹമുണ്ട്, ആർക്കെല്ലാം കൊതിയുണ്ട്, അങ്ങനെ കൊതിയുള്ളവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കരങ്ങളൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എൻ വ്രണമോ കഠിനം, എൻ്റെ ഹൃദയം കഠിനമാണ് കർത്താവേ. ഹൃദയം ശുദ്ധമായിട്ടില്ല, ഇനിയും കഴികൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പലതും മാറിയിട്ടില്ല കർത്താവേ. എനിക്ക് നിഗളഭാവമുണ്ട്, നിഗളമുള്ളവരോട് എനിക്ക് വെറുപ്പില്ല. എനിക്ക് നിഗളമുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമാണുള്ളത്. അത് തന്നെ ഞാനും നിഗളിയാണെന്നുള്ളത് എൻ്റെ തെളിവാണ് കർത്താവേ. എനിക്ക് അപവാദം കേൾക്കുന്നത് സന്തോഷമാണ്, കാരണം ഞാനും ദുഷ്ടതയെ വെറുത്തിട്ടില്ല കർത്താവേ, ഞാൻ വെറുത്തിട്ടില്ല. ദൈവജനമേ, ശുദ്ധീകരണം ആരെല്ലാം കൊതിക്കുന്നുണ്ട്, ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ദൈവം കാണുന്നുണ്ടല്ലോ, യേശു എണ്ണം എടുക്കുന്നുണ്ടല്ലോ, യേശു അറിയുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, എൻ്റെ ഇഷ്ടം നടക്കണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാൽ മതി. എൻ്റെ വീട്ടിലായാലും എൻ്റെ സ്വകാര്യ ജീവിതത്തിലായാലും ഞാൻ കൂടുന്ന കൂട്ടായ്മയിലായാലും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി കർത്താവ്. എൻ്റെ സ്വന്തം ഇഷ്ടമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം താഴെ വയ്ക്കുന്ന കർത്താവ്, എല്ലാം കാൽവരി കുരിശിൻ്റെ താഴെ വയ്ക്കുന്നു. ദൈവ ഇഷ്ടം മാത്രം നടക്കണമേ. ആത്മാവിൻ്റെ തീ ഇറങ്ങുവാൻ ഈ ഹൃദയങ്ങൾ തീ പിടിച്ചു വരുമാറാക്കണമേ. ശുദ്ധീകരണത്തിന് വേണ്ടി ഓരോരുത്തരും തീരുമാനിക്കുക. ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ സമർപ്പണം ദൈവം കുറിച്ചെടുക്കുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ അഗ്നി ഇറക്കുകയാണ്. ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പതറല്ലേ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രയാസപ്പെടല്ലേ. അവൻ നിങ്ങളെ പൊന്നാക്കി മാറ്റുകയാണ്, തനി തങ്കമാക്കി മാറ്റുകയാണ്, ആത്മാവിൻ്റെ ജ്വാലയായി തീരുകയാണ്. തീ പിടിക്കട്ടെ, ഒരു തീ ഇറങ്ങി വരട്ടെ. ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ച് ഹൃദയത്തിന് തീ പിടിച്ച മക്കളായിട്ട് നമുക്ക് വരാൻ, സമർപ്പണം എടുക്കാം, നമുക്ക് തീരുമാനിക്കാം. നല്ല ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥന സ്വർഗമുദ്രയിട്ട് കൃപയ്ക്കായി സ്തോത്രം. ദൈവേഷ്ടം, 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 ദൈവേഷ്ടം. അതുമാത്രം മതി കർത്താവേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തെ നോക്കി നീ സന്തോഷിക്കുവാൻ കർത്താവേ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ സങ്കടങ്ങൾ കേൾക്കണമേ, വേദനാവിഷയങ്ങൾ അറിയണമേ. അവരുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, വിവാഹങ്ങൾ നടത്തി കൊടുക്കണം, സാമ്പത്തിക ക്ലേശം പരിഹാരം കൊടുക്കണം, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കൊടുക്കണം, തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടണമേ, ഭിന്നിച്ചു പോയവരെ അടിപ്പിക്കണമേ, എല്ലാവരെയും ഒരുമിപ്പിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കെടുത്തരം തരുമാറാകണമേ.